അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, പിതാവ് വരുത്തി വെക്കുന്ന കടങ്ങൾക്ക് മക്കൾ ഉത്തരവാദികളാണ്. പിതാവ് തന്റെ ദൂരത്തിനു വേണ്ടിയും ജോലിയായിട്ട് ജീവിക്കാൻ വേണ്ടിയും പല കള്ളത്തരങ്ങളും പലതും പറഞ്ഞ പല ആളുകളിൽ നിന്നും പണം കടം വാങ്ങി അങ്ങനെ അയാളെ കടക്കാരനായി മരിക്കുന്നു. അയാളുടെ കടം കൂട്ടാനുള്ള സ്വത്ത് അയാൾക്കില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളുടെ കടങ്ങൾക്ക് ഏതെങ്കിലും നിലക്കുള്ള ഉത്തരവാദിത്വം മക്കൾക്കുണ്ടാകുമോ? പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കി പോരുന്നത് ഏത് നിലക്കുള്ള കടമാണെങ്കിലും മയ്യത്തിന്റെ കടങ്ങളൊക്കെ മക്കൾ ഏറ്റെടുക്കണം, മക്കൾ ഇതിന് പരിഹാരം കാണണം എന്നൊക്കെയാണല്ലോ പൊതുവിൽ ജനങ്ങൾ മനസ്സിലാക്കി പോരുന്നത്. എന്താണ് അതിന്റെ സ്ഥിതി? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിതാവിന്റെ പേരിൽ കടം ഉണ്ട്, അവൻക്ക് അത് വീട്ടാനുള്ള അനന്തര സ്വത്തും ഇല്ലെങ്കിൽ കുടുംബാദികൾക്കോ മറ്റുള്ളവർക്കോ അത് വീട്ടൽ നിർബന്ധമൊന്നും ഇല്ല. എങ്കിലും അത് സുന്നത്താണ്. ഒരാൾക്ക് ഹജ്ജ് ബാധ്യതയായിട്ടുണ്ട്, അത് നിർവഹിക്കപ്പെടാൻ അവന്റെ അനന്തര സ്വത്തില്ല. അങ്ങനെ വന്നാൽ അവിടെ ഫലാ യൽസമു അഹദൻ അൽ ഹജ്ജു വലൽ ഇഹ്ജാജു അൻഹു. ഒരാൾക്കും അവനെ തൊട്ട് ഹജ്ജ് ചെയ്യലോ ഹജ്ജ് ചെയ്യിപ്പിക്കലോ നിർബന്ധം ഇല്ല. പക്ഷേ ലാകിന്നഹു യുസന്നു ലിൽ വാരിസി വലിൽ അജ്നബിയ്യി, വാരിസിനോ മറ്റു അന്യവർക്കോ ആ ഹജ്ജ് അവനക്ക് വേണ്ടി ചെയ്യലോ ചെയ്യിപ്പിക്കലോ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞത് ബി അന്നഹാദ അശ്ബഹു ബിദ്ദുയൂനി. ഈ ഹജ്ജ് എന്ന് പറയുന്നത് കടങ്ങളോട് കൂടുതൽ സദൃശതയുള്ളതാണ്. കാരണം ഹജ്ജ് നിർവഹിക്കാൻ മിക്കപ്പോഴും മുതല് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഫഉഅ്തിയ ഹുക്മഹ, ഈ കടങ്ങളുടെ വിധിയാണ് ഈ ഹജ്ജിന് നൽകപ്പെട്ടിട്ടുള്ളത്. കടം അപ്പോ അവനക്ക് അനന്തര സ്വത്തില്ല വീട്ടാനെങ്കിൽ വാരിസിനോ അജ്നബിയിനോ അത് വീട്ടൽ സുന്നത്താണ് എന്ന് തുഹ്ഫ ഷർവാനി സഹിതം 5-ാം വാള്യം 48-ാമത്തെ പേജിൽ പുതിയ നുസ്ഖ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സുന്നത്താണെന്ന് വരും.